കണ്ട അരവലാദികളെ വിചാരിച്ച് റോഡിൽ ഇറങ്ങാൻ നിവർത്തിയിട്ടല്ലേ? എങ്ങോട്ടാ? അച്ഛൻ പറയുന്ന ആരോടും പുറത്തിറങ്ങരുതെന്നാ. പുറത്തിറങ്ങില്ലെന്നാ? അപ്പം വീട്ടില് സാധനങ്ങളൊന്നുമില്ല, ആര് പോയി വാങ്ങിക്കും? അപ്പൂപ്പ ഇതിലൊരു അവസാനം ഉണ്ടാവണമെങ്കിലേ ഒന്നില്ലെങ്കിൽ ജോയ്മോനും സംഘവും തീരണം, അല്ലെങ്കിൽ നമ്മൾ തീരണം. ആരാ മക്കളെ നോക്കാം. അങ്ങോട്ട് പോണ്ട, നോക്കണ്ടേ? നോക്കണ്ടേ, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പൂപ്പന് പേട ഇവിടെ നിക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. മക്കളെ പോരെ, നീ ഇങ്ങോട്ട് വരാൻ. അപ്പൂപ്പ ബാസിയങ്ങള് അങ്ങളെ അയ്യോ, രാവിലെ ഇവിടെ ഒന്നും ആർക്കും വിറ്റായി വന്ന് കിടക്കുകയാണ്. മിണ്ടായി അപ്പൂപ്പ. അങ്ങളെ, അച്ഛാ, അച്ഛാ, ബാലു ഇങ്ങോട്ട് വാടാ, നോക്കണം. അങ്ങളെ, അച്ഛാ. ചോരയൊക്കെ വരുന്ന അടിച്ച് ആര് ഇടിച്ച് റോട്ടിയിട്ട് ചവിട്ടി തേച്ച് ഒരു വിധം ഇവിടെ എത്തി. നിങ്ങളെ വന്ന് വിളിക്കാനായിട്ട് കയറാൻ പറ്റില്ല. ആരും ഇവിടെ വീണു. വെള്ളം ഗൗരി, വെള്ളം. ഡേയ്, നീ എങ്ങോട്ട് പോയത്? അതെയാ, എവിടെ നിന്ന് വാങ്ങിച്ച് പിടിച്ചത്? കാപ്പ് പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാ. അങ്ങോട്ടൊരു വണ്ടി പിടിച്ചു പോയി. ഇങ്ങോട്ട് വണ്ടിക്ക് പൈസ നടന്നു വന്നു. അയ്യോ അമ്മ, ഈ ചതവ് മാത്രമേ ഉള്ള, എല്ലുവെല്ലാം ഒടിഞ്ഞു പോയാ? എന്തായാലും ആശുപത്രി എക്സ്റേ എടുത്ത് നോക്കുമ്പോ അറിയാല്ലേ? ഓട്ടോ വിളിച്ച പെട്ടെന്ന് ഫോൺ ആട്ടോ വിളിച്ച ആരെ വിളിക്കും? ആട്ടോ വിളിക്കും. ആട്ടോ ഇത് കൊണ്ടോണ്ട് ആട്ടം കൊണ്ട് കയറി കൊണ്ടുപോകാൻ പറ്റുമോ? ആ നിറമുറല്ലേ വിളി. എക്സ്റേ എടുക്കുമ്പോ ഈ കരളിന്റെയും കിഡ്നിയുടെയും കൂടെ നിർത്തോണം. വെള്ളം കുടി. വെള്ളം കുടിയുടെ കരളൊക്കെ മുമ്പേ പോയിരിക്കാൻ അടിച്ചിട്ട്. ഇനിയിപ്പോ ഇവിടെ കരള് അല്ല നേരത്തെ പോയത്. എന്നാലും വേഷം ഇടിച്ചളഞ്ഞല്ലേ. നിനക്ക് വേറെ പണിയില്ലായിരുന്നടാ. നിനക്ക് ചായ കുടിക്കാൻ നിനക്ക് ചായക്കട പോവാ. അവിടെ പോയി വേഷം കിട്ടല് വേറെ നിറഞ്ഞ ചായ കുടിച്ചിട്ട്. അയ്യോ അതെയാ, മൊബൈൽ പോയാ? അയ്യോ പോട്ടെ, നമുക്ക് വേറെ വാങ്ങിക്കാം. ഓട്ടോ വിളിക്കണ്ടേ? നിറമുറയിൽ വിളിച്ച് പറ, അവനാ പ്രശ്നമല്ല. ആട്ടോ വിളിച്ചോണ്ട് വരും. നീ കൂടെ പോ സുരേന്ദ്ര, നീ കൂടെ പോ. ആരും കൂടെ വേറെ ആരും? ഞാൻ പോ. എന്നെ അമ്മമാർക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ. നിങ്ങളൊക്കെ എല്ലാരെയും അറിയാം. ഇറങ്ങി പോന്നു. മുരളി, പരിചയമുള്ള ആട്ടോ പിടിച്ചേ ഇങ്ങോട്ട് വാ. പരിചയമുള്ളത് പിടിക്കാവൂ കേട്ടാ. ഒരു അത്യാവശ്യമുണ്ട്, പെട്ടെന്നാ. പിന്നെ കിട്ടിയാ ആരും റോഡിൽ ഇറങ്ങല്ലേ. അവന്മാര് പ്രതികാരദായികളെ നടക്കുന്നു. നമുക്ക് വേണ്ട അളിയാ. ഈ കണ്ണ് തുറക്കണല്ലേ. മൊത്തം സിൽവർ അടിച്ചു പോയല്ലേ. വണ്ടി വരും പറഞ്ഞ വണ്ടി വരും. സുരേന്ദ്ര നിങ്ങടെ പോ. നീടെ പോണ്ട, വണ്ടി പറഞ്ഞ പെട്ടെന്ന് വരാൻ പറ. ബാസേണ്ണ, നിങ്ങക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചാ പോരായിരുന്നോ? ഈ മനസ്സ് ആർക്കുമില്ല. ഈ മനസ്സ് ആർക്കുമില്ല. അതങ്ങനെ ചേട്ടത്തി, അവിടെ പോയി ജംഗ്ഷനിൽ പോയി ഇറങ്ങിയാലേ ഞങ്ങൾക്ക് മനസ്സമാനം വരുവുള്ളൂ. എന്ത് നോക്കണത്? പുഷ്പലത അറിയിക്കട്ടാ സിംഗപ്പൂര്. നീ എന്നെ കൂടെ കുഴിച്ചു മൂടറാ. ഓട്ടോ വരണം. ഫ്രൂട്ട്സ് വല്ലതും വേണോ? എന്തരണ്ണാ നീ? വണ്ടി വരട്ടെ. ആ ശ്രീകുട്ടൻ കയറി പറയണല്ലേ. ആരൊക്കെ പോണത്? ഞാൻ മാത്രം. ചെരുപ്പ് ചെരുപ്പ് അവന് ചെരുപ്പ്. കാലുണ്ട്. പോയിട്ട് വരും. പെട്ടെന്ന് പോട്ടെ. അധികം കട്ടലിറങ്ങണ്ടേ. സംഗതി സീരിയസ് ആണ്. സിംഗപ്പൂരിന്റെ ഭാര്യ അറിയിക്കണോ? ഈ വേണ്ട, അവിടെ നിന്ന് വിളിച്ചറിയിക്കണം. അവര് വെറുതെ ടെൻഷൻ. അതിന്റെ കാര്യമൊന്നുമില്ല അളിയ. ഇതിപ്പം നമ്മളെ അടിച്ചതിന് തുല്യമാണ്.
ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല. നമ്മുടെ കൂടെ ഉള്ള ഒരു തന്നെയാണ് അവർ അടിച്ചേക്കണേ. നമ്മൾ അടിക്കുന്നതിന് തുല്യമാണ്. അവന്മാർ ലേവനെങ്കിലും ഒരു തന്നെ പൊക്കണം. ശ്രീകുട്ടാ കമ്പി എടു. ഏയ് അവിടെ നിക്ക്. എവിടെ പോണ്? എന്ത് ഓരോരുത്തർക്കും പോകുന്ന പിടിച്ചേ വലിച്ചേ. അതന്നെ അച്ഛാ. എവിടെ ഇരിക്കുന്നത്? എവിടെയും പോകുന്ന ഈ കാര്യത്തിൽ ഇടപെടരുത്. ശ്രീകുട്ടാ കമ്പി എടു. കോടതി കമ്പി എടു. അച്ഛാ പോരാ, അച്ഛാ. ഇവിടെ അവിടെ നിക്ക്. ഇവിടെ വാ. ആ ചോയമാങ്ങായിട്ട് ഇങ്ങോട്ട് വന്നാ അവൻ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കാണ്. അത് നമ്മളെ കൈ കിട്ടും. പക്ഷെ അവ ഇവിടെ വന്ന് പോണായിട്ട് നമുക്കറിയാം. ഇവിടുത്തെ കുറെ എണ്ണം ഉണ്ടല്ലോ അവനെ സഹായിക്കാൻ വേണ്ടി. എല്ലാത്തിനും വായിക്കും. അവൻ പറഞ്ഞിട്ട് എല്ലാവരും വായിക്കും. ഇവിടെ ഓടിച്ചും പാത്തങ്ങനെ അവ ഇവിടെ അങ്ങനെ വരണമെങ്കിൽ പടവല ശ്രീകുട്ടനും അളിയനും ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞുതരാ. പിന്നെ ഞാൻ വരുത്തനാണ്. ഇവിടെ വാടകയ്ക്കാണ് താമസിക്കണേ. അവ ഇവിടുത്തെ നാട്ടുകാരനായിരിക്കും. പക്ഷെ നമ്മളെ കൈ കിട്ടേണ്ടല്ല. കുടുംബത്തിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞ മൊട്ട ബാലുവാണ്. മൊട്ട ബാലു. അളിയന് ഇനിയൊരു പേർക്ക് സൈക്കോ ബാലു. പുറിഞ്ഞതാ ഞാൻ മൊട്ട ബാലു പറഞ്ഞില്ലടാ. പിന്നെ സൈക്കോ ബാലു എന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ല. പൊക്കിയിരിക്കോന്. വാടാ. ശ്രീകുട്ടാ അവന്മാർ ഇവിടെ എവിടെ ഉണ്ട്. ഒളിച്ചിരിക്കുക. പോലീസ് 2-3 പ്രാവശ്യം ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടേ. അതുകൊണ്ട് അവന്മാരിവിടെ നിൽക്കും. വല്ലാത്ത ഏരിയയാണ്. പക്ഷേ ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലം. എൻ്റെ മനസ്സ് പറയണത് യോമാരിവിടെ ഉണ്ട്. അവന്മാരിപ്പം നമ്മളെ കാണേ. നമുക്ക് കാണാൻ പറ്റും. ശ്രീകുട്ടാ ഈ ഉദ്യമത്തിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ അവളെ നോക്കണം. കെട്ടിക്കൊണ്ട് ഒന്നുമില്ല അളിയ. ഞാൻ നോക്കിക്കോളാം. നീ അവളെ ആരെയാണ് പറഞ്ഞത്? ഗൗരിയുടെ. എടാ എന്റെ നീനുവിനെ പിള്ളേരെ നോക്കണം ആരോട് ഞാൻ പറഞ്ഞത്. ഗൗരി നീ നോക്കാന്ന് അറിയാലടാ എനിക്ക്. കുറച്ച് നാളായടാ കൈയൊക്കെ ഒന്ന് അനങ്ങിട്ട്. ശ്രീകുട്ടാ എടാ അടിയുണ്ടാ? അയ്യോ ഞാൻ അറിഞ്ഞില്ലടാ. അടേ പറഞ്ഞല്ലോ ഷോ അടിക്കല്ലേ കമ്പിട്ടിങ്ങനെ പറയില്ല ആളുകൾ തട്ടി തല പൊട്ടി. ശ്രീകുട്ടാ അവളുടെ പറയലേ. ശ്രീകുട്ടാ തല പെരുക്കട എന്നെ മണ്ണടിച്ച് പൊട്ടിച്ചിട്ട്. അവളെ പറയണ ശ്രീകുട്ടാ. ഞാൻ പറഞ്ഞു കൊടുക്കാൻ ചോദിച്ചു. ശ്രീകുട്ടാ അറിയുന്ന പറ്റാ. ശ്രീകുട്ടാ അറിയാതെ പറ്റിയടാ. ചിറ്റപ്പ ചിറ്റപ്പ അവിടെ നിക്കണെങ്കി വന്നേ. എന്തോടി ചിറ്റപ്പന്റെ കാര്യം. എന്റെ ചിറ്റപ്പ ഇവിടെ റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സേഫ് അല്ല. അകത്തേക്ക് വാ. ഈ പോയവന്മാരെ കാണാനില്ലല്ലേ? ഈ യവന്മാര് മറ്റവന്മാരെ വായ്പ ചാടി കൊടുത്താ തോന്നുന്നുണ്ട് ചിറ്റപ്പന് അച്ഛനും കുട്ടുമാവനും കൂടെ ഒന്നും കാണാതെ പോകുന്നു. ഇതില്ല. എന്നാലും നീ ഇവിടുന്ന് പോയന്മാർ വല്ല പ്രശ്നമല്ലോ ഉണ്ടാക്കൂ. അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നെയ്യാറ്റിൻകരയിൽ അച്ഛനെയും കുടുംബക്കാരെയൊക്കെ വിളിച്ച് പറയേണ്ടി വരുമോ? പറഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും. യുദ്ധം ഇനിയിപ്പോ യുദ്ധമാണല്ലോ. ഈ സാമൂഹ്യ വിരുദ്ധരുടെ മുമ്പിലേ നമ്മൾ തല കുനിക്കില്ല. എന്നാലും അവര് നമ്മളെ വിളിക്കാതെ പോയി കളഞ്ഞല്ലോ. ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോയി നോക്കായിരുന്നു. ചേട്ടാ ഒന്നാമത് ബാലുചേട്ടനും ശ്രീ ഇവിടെ ഇല്ല. അത് നമ്മൾ ഒരുമിച്ച് തന്നെ നിക്കണം ചേട്ടാ. അല്ല അച്ഛനെ അറിയാലോ നമ്മളിവിടെ ഒറ്റയ്ക്കാന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും അധികം ദൂരത്തേക്കൊന്നും അച്ഛൻ പോകത്തില്ല. അതുപോലെ തന്നെ അവന്മാരും അധികം ദൂരത്തൊന്നും പോകണ ചാൻസ് ഒന്നും ഇല്ല. സമയം കിട്ടി അവന്മാര് കയറി അറ്റാക്ക് ചെയ്യും. പറഞ്ഞത് ശരിയാണ് കേട്ടാ.
നമ്മൾ കരുതിയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനടേ? അണ്ണാ, ഞാൻ പറയാൻ പോണ കാര്യം അണ്ണനോ ശ്രീയോ അറിയാൻ പാടില്ല. ചേട്ടാ കാര്യം എന്തോന്ന് പറ. നീ ഇങ്ങനെ ചൂടാവാതെ പറയുമല്ല. ലച്ചുവേ, അണ്ണാ, ഞാൻ അവിടുന്ന് ബാസിനെ കൊണ്ട് ആട്ടയിൽ പോയില്ലേ, ആശുപത്രിയിൽ. ആ ജംഗ്ഷൻ കഴിഞ്ഞതും നമ്മൾ ആട്ടയുടെ മുമ്പ് ഒരു വണ്ടി കൊണ്ട് നിർത്തി. നോക്കിയപ്പോൾ ആര് 2 ഗുണ്ടകൾ. അവന്മാരിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്നെ ബാസിനെ പിടിച്ച് വെളിയിടാൻ നോക്കി. ആ സമയം കൊണ്ട് കുറച്ച് ആട്ടോക്കാരും കുറച്ച് നാട്ടുകാരും കൂടെ എല്ലാം കൂടെ വന്നു. ഈ ബാസിയണ്ണൻ്റെ ഈ കിടപ്പ് കണ്ടപ്പം യവന്മാർക്ക് കാര്യം മനസ്സിലായി. ഇവരെല്ലാം കൂടെ കയറി അവന്മാരെ കയറി അങ്ങ് ഉടക്കിയത് സംഗതി പന്തിയല്ല എന്ന് അറിഞ്ഞിട്ട് അവന്മാരങ്ങ് എസ്കേപ്പായി. പിന്നെ എന്ത് ചെയ്യണം? സുഖമില്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ ആശുപത്രി പോകുമ്പോൾ അവന്മാരെ ഇറങ്ങി അടിക്കണോ? അതുമല്ല, അവന്മാരെ കയ്യിൽ മാരകായുധം വല്ലതും ഉണ്ടെങ്കിൽ. ബാലുവിന്റെ വീറുമാക്കിയൊന്നും ഇവനില്ല. അതിനൊക്കെ ബാലു ചേർക്കാൻ തന്നെ വേണം. തന്നെണ്ണ, ഞാൻ നിങ്ങളെ അനിയൻ ബാലുവിനെ പോലെ മൊട്ട ബാലുവോ ഗുണ്ടയോ ഒന്നുമല്ല. ഒരു സാധാരണ പലചരക്ക് നിർത്തുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിലെങ്ങാനും എവനെങ്കിലും കയറി കളിക്കാൻ വന്നാ ഞാൻ ഒരുത്തനെ വിടിയില്ല. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് നോക്കാം, നടക്ക്. ചിന്റെ ദൈവമേ, എന്ത് കഷ്ടമാണെന്ന് നോക്കണം. നിപ്പി 2 കൊണ്ട് ഒരൊറ്റ ഓട്ടോ വരുന്നു. അവന്മാരെല്ലാത്തിനും കൊണ്ട് പോലീസ് പിടിച്ചെങ്കിലുണ്ടല്ലോ നമുക്ക് മനസ്സമാനം കിട്ടിയാരെ. അമ്മാല് 2 പേരെ പോലീസ് പിടിച്ചല്ലോ. എന്തായാലും 2 എണ്ണത്തിന് പിടിച്ചിട്ട് കാര്യമുണ്ടോ? പിടിക്കുമ്പോ തൂത്തടച്ചങ്ങ് പിടിക്കണം. പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുക, വീട്ടിൽ കയറി തല്ലാൻ ശ്രമിക്കുക, ഇതൊക്കെ ഭയങ്കര തെറ്റ് തന്നെയാ. അകത്തിട്ടിട്ടാണെങ്കിൽ അവിടെ കിടക്കേണ്ടി വരും, ജാമ്യം പോലും കിട്ടൂല. ഇതെന്തുറ്റി? എന്ത് പറയാനാ? എവിടെയാടാ കയറി തട്ടിയെ? എവിടെ പോയപ്പോ എന്തോ കയറി തട്ടിയെന്ന് തോന്നുന്നു. ശ്രീകുട്ട, ഇങ്ങേര് ഷോ കാണിച്ച് പറ്റുമല്ലോ ആണോ ഇത്? അല്ലേ ചേച്ചി, പോസ്റ്റ് കണ്ട് മതി തട്ടി. ബാലു, എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ചേച്ചി, അവന്മാരെടുത്ത് ചാടുന്നതിന് മുമ്പേ നമുക്ക് എടുത്ത് ചാടിയിട്ട് അവന്മാരെ കഴുത്തിന് കയറി പിടിക്കണം. എടുത്ത് ചാടണ മാട് കലക്ക വെള്ളേ കുടിക്കുള്ളൂ. ഇതേ നമ്പര്. ആ, ജോയ് മോൻ. എടച്ചാ അങ്ങോട്ട്. ജോയ്മോനെ, എന്താടാ? അളീനും കൂടി എന്നെ അന്വേഷിച്ച് മാർക്കറ്റിലെല്ലാം ചെന്നല്ലേ? ഞങ്ങള് ചന്തയെ വന്ന് പോയ ഓരോ നിന്നെ അടുത്ത് അവിടെ പയ്യന്മാര് പറഞ്ഞല്ലടാ. നിന്റെ പയ്യന്മാര് എൻ്റെ കണ്ണു മുമ്പ് എന്നെ കാണാമെങ്കിൽ നിന്റെ 2 മൂട്ടിനും ചേട്ടാ ഞാൻ അടിച്ച് മഷിയായി കളയും. നീ പിന്നെ ഉരുട്ട് വണ്ടിയിലായിരിക്കും ചന്തയിൽ പോയിട്ട് നീ ആ കയറി തണ്ടണത്. അത് ഞാൻ കാണേണ്ടി വരും. ഞാൻ നിങ്ങളുടെ തലയ്ക്ക് മേലുണ്ട് ബാലണ്ണ. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞിറങ്ങാം. നിങ്ങളുടെ കുടുംബത്തിന് പണി തരാതെ ഞാൻ പിടി കൊടുക്കില്ല ബാലണ്ണ. നീ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വന്ന് നിനക്ക് പണി തരാൻ പറ്റും കേട്ടാ. ഞാൻ നിങ്ങളുടെ കയ്യകലകത്തുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും ഞാൻ വരാം. ശരിടാ, കാത്തിരുന്നു. അവൻ എന്തോന്ന് പറയണേ? അവൻ നമ്മുടെ കൈ അകരത്തുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവ ഇവിടെ പറന്നിറങ്ങുമെന്ന്. എടാ, അവൻ ജാട പറയണത് അതും കേട്ടോണ്ട്. ആ ബാസേണ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കായിരിക്കും, പാവം. പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്തോ. കേശുവേ, കുറച്ച് ഇഡലി ഇരട്ടാ കൊണ്ട കൊടുക്കാവോ? കൊണ്ടു കൊടുക്കാം. ഹലോ മെർലിൻ, എന്തായിട്ട് വിളിച്ചേ? മെർലിൻ എവിടെ ഇപ്പൊ? ലൈബ്രറിയില്ല? ആഹാ, ഞാനാ ലൈബ്രറിയിലോട്ടാ. നിർബന്ധമുണ്ടോ? പിന്നെ മെർലിനെ, പിന്നെ ഞാനിവിടെ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുന്ന അത്ര നല്ല അവസ്ഥയിലല്ല. എന്നിട്ട് ഞാനിപ്പോ ഒരു വൃത്തികെട്ട സിറ്റുവേഷനിലാണ്. ആ, ഞാൻ പിന്നെ അത് പറയാം മെർലിൻ. ഇപ്പൊ അത് കാര്യം പറയാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ശരി മെർലിൻ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു വേറെ. ബാധിക്കിട്ട് നല്ല കൊടുത്താ? ഓ പിന്നല്ല, കൈവാക്കിന് കിട്ടിയപ്പോ 2 കൊടുത്തു നല്ലപോലെ. അപ്പൊ അവിടെ ആള് കൂടി കൊണ്ടാൻ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ ഇന്നവനെ കൊന്നേനെ. അടുത്ത് ബാലുവിന്റെ അളിയൻ ശ്രീകുട്ടൻ, അവനാണ് എന്റെ ബൈക്ക് കൊണ്ട് പോയത്. അവനല്ലല്ലോ അണ്ണനെക്കാട്ടിലും മുടിയുണ്ട്. അവനാ രാത്രി മുടി വളർത്താൻ. അവന്റെ മുടി ഞാൻ പിഴുതെറിയും. അളിയാ, ഒഴുകി ഒരു റൗണ്ട് കൂടെ ഒഴുകി.
പോലീസ് വരും, പോലീസ് വരും. കമ്പ് കാണിച്ചു. സാറേ അവന്മാർ അകത്തുണ്ട്. പുറത്തൂടെ പോ. പുറകുവശത്തൂടെ പോ. അവർ അതുകൊണ്ടാണ് കയറിയത്. അവരെത്ര പേരുണ്ട്? നാല് പേരുണ്ട് സാറേ. നിങ്ങൾ രണ്ടുപേരും കൂടെ കേറ്. യവനാണ് മെയിൻ പുള്ളി സാറേ. സാറേ യവനാണ് മെയിൻ പുള്ളി. വണ്ടി കയറാ. അവരെ പിടിച്ചോ. വണ്ടി കയറി. സാറ് ഇവിടെ സാറ് എത്ര നല്ല സാറാ. നിനക്ക് നന്നായി കുറവാ. സാറായതുകൊണ്ട് കൊള്ളാം. ശ്രീകുട്ടാ, ഈ സാർ നിനക്ക് ഒന്നും ചെയ്യരുത്. എടാ എന്ത് നല്ല സാറടാ. നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്ന് ആലോചിക്കുമ്പോ എനിക്ക് അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും ചെയ്യണില്ല. പോലീസുകാരെ കളിയാ. കേശു നിർത്തടാ. എല്ലാവരും ഈ സാറിനെ മുമ്പിട്ടാണ് അവനെ തല്ലണത്. ഇങ്ങനെ തല്ലോ എന്തിനാണെങ്കിലും എല്ലാരും കൈ നടി മേടിക്കാൻ നിൽക്കണേ. നിനക്ക് നന്നായിക്കൂടെ? നന്നായി ജീവിച്ചൂടാ. ഇങ്ങോട്ട് വാടാ. ഓക്കെ കുട്ടിയെ നിനക്ക് അറിയത്തില്ലേ? SI കുട്ടി എന്ന് പറഞ്ഞ ഇടിയും കുട്ടിയാണ്. എല്ലാം സ്റ്റേഷനിലേക്ക് വാടാ. ബാക്കി ഞാൻ സ്റ്റേഷനിൽ എടുത്തോളാം കേട്ടോ. നിന്നെ ജോയ് നീ വാടാ. നിന്നെ എടുത്തോളാം. അച്ചവിടെ കൂടെ എന്റെ കൂടെ കേട്ടാ. ചായ കട്ടനാണോ? ആ ഞാൻ ഇട്ട് തരാം. അച്ഛാ, ആ ജോയിമോനും സംഘത്തിനും ഇനി 90 ദിവസത്തേക്ക് ജാമ്യം കിട്ടില്ലല്ലോ? ജാമ്യം ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നമ്മളെ വീട്ടിൽ മാത്രം പ്രശ്നം വെച്ചല്ലോ ഇതൊക്കെ ഉണ്ടായത്. നാട്ടിലും കൂടെ സമാനം വേണ്ടേ? അവൾ എന്തെങ്കിലും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാ നമ്മൾ സൂക്ഷിക്കണം. എന്തിനാ വരട്ടെ മക്കളെ, നമ്മൾ ചെയ്ത ന്യായമാണ്. അത് നീതിന്യായത്തിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ അറിയിക്കണം. നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താണ്? ബാലേന്ദ്രൻ തമ്പി. സാർ, നിങ്ങളെ ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരാ ശരിക്കും നാടിൻ്റെ അഭിമാനം. ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു. നിങ്ങളെ വേറെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ? പുള്ളി ഇപ്പോൾ കോൺട്രാക്ടറാണ്. ഇതിനു മുമ്പേ ഇലക്ട്രോണിക്സ് ഫീൽഡിലായിരുന്നു. പുള്ളിയെ മൊട്ട ബാലു, സൈക്കോ ബാലു എന്നൊക്കെ വിളിക്കാറുണ്ടോ? ചേച്ചി അത് സാർ, അത് ഈ മൊട്ടബാലു എന്നൊക്കെ വിളിക്കുന്നത് ഈ ചൂട് സമയമായപ്പോൾ പുള്ളി തലേന്ന് മുട്ടയടിച്ചായിരുന്നു. അത് സ്വാഭാവികമല്ലേ. അപ്പോൾ ഇവിടെ ആൾക്കാരെ മുട്ടയടിച്ചോണ്ട് മൊട്ടബാലു എന്ന് വിളിച്ചു. അല്ലാണ്ട് വേറൊന്നും അതിനകത്ത് വിഷയമൊന്നുമില്ല. പിന്നെ ആള് കുറച്ച് ഷോർട്ട് മേഡാണ്. അപ്പോൾ ഇങ്ങനെ ഈ പെട്ടെന്നുള്ള ദേശീയ കൂട്ടുകാരൊക്കെ തമാശയ്ക്ക് സൈക്കോ ബാലു എന്ന് വിളിക്കും. അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഈ ജോയ്മോനും സംഘത്തിനും പുതിയ കേസൊന്നുമില്ല. അവരൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. അവർ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. പക്ഷേ ബാലു, നിങ്ങൾ പഴയ കുറേ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പഴയ പാലാരിവട്ടം ലാലുവിനെ അടിച്ചൊതുക്കിയിട്ടുണ്ടെന്നും ഒക്കെയാണല്ലോ ജോയ്മോനും സംഘം ഇവിടെ പറയുന്നത്. എൻ്റെ പൊന്നു സാറേ, എന്നെ പറ്റി സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടില്ല. ഒരു പെറ്റി കേസ് വരുമില്ല. പിന്നെ അങ്ങനെ ഇതൊക്കെ നിങ്ങളതിവിടെ നിങ്ങളുടെ പൂർവ്വ ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കണം. എൻ്റെ പൊന്നു സാറേ, അത് ആരും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. ഞാൻ നെയ്യാറ്റിക്കര ശൂരൻകുടി വീട്ടിൽ അങ്ങോട്ട് സാറേ. പിന്നെ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ഇത്രയേ ഉള്ളൂ. അല്ല വേറെ നമ്മൾ ഉപദ്രവകാരികളൊന്നും അല്ല. എൻ്റെ 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 അടുത്ത കൂട്ടുകാരാണ് ഭാസി. നമ്മളെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. സത്യം പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ പോലെ അവന് മടിയില്ല സാറേ, എന്തും ചെയ്യും. പക്ഷെ ആള് വളരെ പാവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രശ്നങ്ങളിൽ ഇടപെടരുത്, പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കില്ല. പക്ഷെ ആള് പാവമാണ് സാറേ.
बासी भाई आप सिंगापुर से कब आ गया वो भी बॉम्बे से സിംഗപ്പൂരിൽ നിന്ന് നേരെ ഡയറക്റ്റ് വരാതെ ബോംബെയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു, ബിസിനസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബോംബെയിൽ. അവിടെ 2 നാൾ തങ്ങിയിട്ടാണ് വന്നത്. എന്തിനെന്നാണ് ചോദിച്ചത് ആളെ. എന്നാ അളിയാ വെട്ട് കത്തി മടല് വെട്ട് അല്ലെങ്കിൽ അടിക്കാട് വെട്ടണമെന്ന് പറഞ്ഞില്ലേ എന്നാ. അയ്യോ മാരകായുധം ഇതിവിടെ വേണ്ട, ഇത് പറ്റൂല. അയ്യോ അയ്യോ വെട്ട് കത്തി ഇല്ല, മാരകായുധമല്ലേ ഇത്. ഇവനെ ആദ്യം പിടിച്ച് അത് കയറ്റ്. പാടാ അവിടെ നടക്കടാ അങ്ങോട്ട്. നടക്കടാ. സാറേ വന്ന അല്ലെങ്കിൽ ഇവിടെ 2 കൊലപാതകം നടന്നനെ. ഓ നീ ബാ ബാക്കി നീ ഇങ്ങോട്ട് തീരുവാ. ആ നടക്കേ നടക്ക നടക്ക അങ്ങോട്ട്. ആ പറഞ്ഞേട്ടാ, അവിടുത്തെ പടവലത്തെ കരന്തിരി രസീത് വയ്ക്കാൻ ജാമ്യത്തിൽ ഇറക്കാന്. ശരി നമുക്ക് വേണ്ടി ആരെങ്കിലും ബലിയാടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വന്നതല്ലേ.